ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖളിർ അലൈഹിസ്സലാം മഹാനവറുകൾ അള്ളാഹുവിൻ്റെ പൊരുത്തം വിചാരിച്ച വല്ലതും തരണേന്ന് പറഞ്ഞാൽ അപ്പം കൊടുക്കും. എന്താണോ കയ്യിലെടുത്ത് കൊടുക്കും. ഒരു ദിവസം ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ ഒന്നും കൊടുക്കാനില്ല. എന്തെങ്കിലുമൊക്കെ തരണം, പടച്ചോനെ വിചാരിച്ച് വല്ലതും തരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്ന കറാഹത്താണ് ഹുക്കുമനുസരിച്ച്. വല്ലതും തരണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൊടുക്കാനില്ലല്ലോ. അപ്പം ആ മഹാനുഭാവൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെയ്യും, എന്നെ ഒരടിമച്ചന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റേക്ക്, കിട്ടുന്ന കാശ് നിങ്ങൾ എടുത്തോളൂ, എൻ്റെ കയ്യിലൊന്നും തരാനില്ല. ഈ വസ്ത്രം ഞാൻ ഊരിത്തന്നാൽ പിന്നെ ഞാൻ നഗ്നനായി പോകും, അതുകൊണ്ട് അതൊരു വിഷമല്ലേ, എന്നെ നിങ്ങൾ കൊണ്ടുപോയിട്ടേക്ക്. ഇത് ഖളിർ അലൈഹിസ്സലാമാണെന്ന് ചോദിച്ച ആൾക്കറിയില്ല. അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. മഹാനവറുകളെ വിൽപ്പന നടത്തി കിട്ടിയ കാശ് വാങ്ങി മുപ്പര് പോയി. അടിമയെ വാങ്ങാൻ വന്ന കൂട്ടത്തിൽ ഒരാള് ഖളിർ അലൈഹിസ്സലാമിനെ വാങ്ങിപ്പോയി. വാങ്ങിയ ആൾക്കും അറിയില്ലത് ഖളിർ അലൈഹിസ്സലാമാണ്. പുരേ കൊണ്ടുപോയി, വീട്ടിൽ കൊണ്ടുപോയിട്ട് അടിമക്കുള്ള പണിയൊക്കെ ഏൽപ്പിച്ചു. പക്ഷെ ഈ അടിമയിൽ എന്തൊക്കെയോ ഒരു പുതുമ കാണുന്നുണ്ട്. വീട്ടിലെ ഒരു സൗകര്യമുള്ള റൂമും ഈ അടിമ സ്വീകരിച്ചില്ല. പുറത്തുണ്ട് ഒരു പൊളിഞ്ഞ ചെറിയ ഒരു റൂം. നിങ്ങൾക്ക് എവിടെ താമസം വേണ്ടത്? എനിക്ക് ആ പൊളിഞ്ഞ ആ ആല മതി എന്ന് പറഞ്ഞു. അതല്ല, അത് രാത്രി നിങ്ങളെ വന്ന് ആരെങ്കിലും ശല്യം ചെയ്യും? ഇല്ലല്ല, അതാണ് നല്ലത്, ഞാൻ അവിടെ കിടന്നോളാം, നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കിടന്നോളൂ, കുഴപ്പമൊന്നുമില്ല എന്നാണ്. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അത് വെറുതെ പറയായിരിക്കും എന്ന് കരുതി. കുറച്ച് കഴിഞ്ഞ് ആ ഉടമസ്ഥൻ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ, ഇവിടെ ഒരു പണിയൊക്കെ ചെയ്യാനും നിങ്ങളെ ഏൽപ്പിച്ചാൽ ബുദ്ധിമുട്ടാകും. ഇല്ലല്ല, ഞാനൊക്കെ ചെയ്യും, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അക്കാണുന്ന കല്ല് ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ ഒക്കെ കൂടി കൊണ്ടുവന്ന് കണ്ട കുറഞ്ഞ കല്ലുകൊണ്ടെന്ന് വെച്ചാൽ മതി. ഇവിടെ വലിയൊരു മതിൽ കെട്ടാനാണ്. അതിൽ നിന്ന് ഒരു കാൽ ഭാഗം കല്ല് കൊടുന്നു വെക്കണം. അദ്ദേഹം വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ 10 ആൾ എടുക്കേണ്ട പണിയാണ്. ആ കല്ല് മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ യജമാനൻ ചിന്തിക്കണം, ഇതെന്താ സംഗതി, ഇതാരാണിപ്പോ, എന്താ ഇയാൾ ആരോഗ്യത്തിന്റെ മാറ്റം? ആ കല്ല് മൊത്തം ഒരാൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ പണി കൊണ്ട് എത്തിക്കാൻ കഴിയില്ലല്ലോ, എന്താ അത് ചെയ്തിരിക്കുന്നത്? ഇതറിയന്നെ വേണമല്ലോ. അങ്ങനെ മറ്റൊരു ദിവസം പോകുന്ന സമയത്ത് പറഞ്ഞു, ആ കല്ല് ഉപയോഗിച്ച് ഇവിടെ ഒരു മതിൽ കെട്ടണം, കുറഞ്ഞൊരു ഭാഗം നിങ്ങൾ കെട്ടിയാൽ മതി, ബാക്കി പിന്നെ അടുത്ത ആഴ്ച പിറ്റത്തെ ആഴ്ച അങ്ങനെ കെട്ടി പൂർത്തിയാക്കാന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കുറച്ച് അപ്പുറത്ത് പോയിട്ട് ഒന്ന് രഹസ്യമായിട്ട് നോക്കി എന്താ പതി ഏർപ്പാട് എന്നറിയാം. അപ്പോഴാണ് മനസ്സിലായത് ഒരു സാധാരണ ആളല്ല. കാരണം കല്ലങ്ങോട്ട് എടുത്ത് വെക്കുമ്പോഴേക്ക് വരി ലെവലാകാണ്. നമ്മളങ്ങനല്ലോ, വരി ലെവലാകണമെങ്കിൽ ആദ്യം ഒന്ന് പിടിക്കണം, പിന്നൊന്ന് കാർ അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ടൊന്ന് വലിച്ച് അതിൻ്റെ വാട്ടർ ലെവലൊന്ന് നോക്കി മറ്റേ ലെവലൊന്ന് നോക്കി എല്ലാ ലെവലും നോക്കണം, തേച്ച് റെഡിയാക്കി, അഥവാ ഒരു കുരുപ്പുണ്ടെങ്കിൽ ചെത്തി മിനിക്ക് റെഡിയാക്കി ഒക്കെ വേണം, അല്ലെങ്കിൽ പിന്നെ പണി കിട്ടൂല. അപ്പോൾ അത് ശരിയാക്കി എടുക്കണം. ഇത് കല്ല് വെക്കുമ്പോഴേക്ക് മതിൽ റെഡിയാകും, അടുത്ത കല്ല് വെക്കുമ്പോഴേക്ക് മതിൽ റെഡിയാകും. അങ്ങനെ പെട്ടെന്ന് വൈകുന്നേരം വന്നപ്പോൾ മതിലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. 20 ആളെ പണി ഒറ്റടിക്ക് ആ മതിൽ ഫുള്ളായിട്ട് പെടുത്ത്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ സത്യം ചെയ്ത് ഞാൻ ചോദിക്കുന്നു, നിങ്ങളോട് പറയണം നിങ്ങൾ ആരാണ്. ഞാൻ ആരാണെന്ന് പറയാം, പക്ഷേ നിങ്ങൾ എനിക്കൊരു വിഷയം ചെയ്തേന്. ആരാന്ന് പറഞ്ഞാൽ എന്നെ വിട്ടേക്കണം, എന്നെ നിങ്ങൾ സ്വതന്ത്രമാക്കി വിട്ടേക്കൂ. എന്നാൽ ഞാൻ ആരാന്ന് പറഞ്ഞുതരാം. നിങ്ങളെ വിട്ടേക്കാം, നിങ്ങൾ പറഞ്ഞോളൂ. അന ബല്യ ബിൻ മൽക്കാൻ, ഞാൻ ബല്യ ബിൻ മൽക്കാനാണ്. അപ്പോഴേക്ക് യജമാനൻ പേടിച്ചുപോയി. നിങ്ങളാണോ ഖളിർ അലൈഹിസ്സലാം? അതെ, ഞാനാണ് ഖളിർ അലൈഹിസ്സലാം. എന്നോട് മാപ്പാക്കണം, നിങ്ങൾ എന്നോട് തെറ്റും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ ചെയ്തത് ശരിയല്ല. ഞാൻ അടിമയായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു, നിങ്ങളെന്താ തെറ്റിയത്? നിങ്ങളോട് മാപ്പാക്കണം, നിങ്ങളെന്തേ തെറ്റ് ചെയ്യണ്ടേ? തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ നല്ല തന്നെ ചെയ്തത്. നിങ്ങൾക്കൊരു അടിമയെ വേണം, ചന്തയിൽ എന്നെ കണ്ടു വാങ്ങിക്കൊണ്ടുവന്നു, എന്താ തെറ്റ്? ഞാനല്ലേ ചന്തയിലെത്തിയത്, നിങ്ങൾ എങ്ങനെ ചന്തയിലെത്തി? അപ്പോഴാണ് ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അടിമയാളല്ലേ എത്തേണ്ടത്, ഇത് അടിമയല്ലല്ലോ, ഇത് സ്വതന്ത്രനാണല്ലോ. സ്വതന്ത്രനായിട്ട് പോലും ആ സാധുവിന് ഒരു കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിമയായി നിന്നുകൊടുത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നാലും സാധുക്കൾക്ക് കാശ് കിട്ടണമെന്നല്ലേ ചിന്ത. സുബ്ഹാനല്ലാഹ്, മഹാന്മാരൊക്കെ അങ്ങനെയാണ്. ഇത് പറഞ്ഞാൽ തീരൂല. സാധുക്കളോടൊപ്പം നിന്ന് സഹായിച്ചതാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ലക്ഷ്യവും സാന്ത്വനത്തിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. ധാരാളം ആളുകൾ സംഭാവന തന്നിട്ടുണ്ട്, ഇനിയും സംഭാവന തരണം. ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളൊരു വിഷയം മനസ്സിലാക്കിയിട്ട് ഖളിർ അലൈഹിസ്സലാം ഈ സേവനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത വീട്ടിൽ കൂടി അടിമയായിട്ടും പറഞ്ഞില്ലല്ലോ ഞാൻ ആരാണ്.
ചോദിച്ചപ്പോ വിഷയം പുറത്തറിഞ്ഞപ്പോ, മഹാനവറുകളെ, നിങ്ങൾക്ക് ഞാൻ ഇവിടെ സുന്ദരമായൊരു വീട് കെട്ടിത്തരാം, നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ എന്നെ സ്വതന്ത്രമാക്കി വിടുന്നല്ലേ പറഞ്ഞത്, നിങ്ങളെ ഞാൻ സ്വതന്ത്രമാക്കി, ഒരു തർക്കമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ പോകണ്ട, ഇവിടെ തന്നെ കൂടിക്കോളൂ. അതല്ല, എനിക്കിഷ്ടം ഞാൻ പോകലാണ്, നിങ്ങൾ എന്നെ ഒഴിവാക്കി തരണം. ആ യജമാനന് ദുആർന്ന് കൊടുത്ത് ഖദർ അലൈഹിസ്സലാം അവിടം വിട്ടു. അപ്പൊ ഒരടിമയായി നിന്ന് കൊടുത്തത് ഒരു പാവപ്പെട്ട മനുഷ്യൻ അള്ളാഹുവിനെ വിചാരിച്ച് വല്ലതും തരണേ എന്ന് പറഞ്ഞാലാണ്. അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ ശരീരം അടിമയായി നിന്നുകൊടുത്ത് വിൽപ്പന നടത്താൻ അവകാശം കൊടുത്തത്. ഇത് ചെറിയൊരു സംഭാവനയല്ലല്ലോ. അതുകൊണ്ട് സംഭാവന കൊടുക്കണം, പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കണം, അവരെ കണ്ടറിയണം, അവരെ വിഷമങ്ങൾ പരിഹരിക്കണം. രോഗികളായി കഴിയുന്ന എത്രയോ പാവങ്ങളുണ്ട്, അവർക്ക് കാര്യമായി കൊടുക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് ട്രീറ്റ്മെന്റ് അവർ കുറച്ച് വെച്ചിരിക്കുകയാണ്. ആരോഗ്യത്തിന് വേണ്ടി അവർക്ക് കൊടുക്കണം. പഠിക്കാൻ മിടുക്കരായ എത്രയോ കുട്ടികളുണ്ട്, പക്ഷേ പഠിക്കാൻ ഉയരങ്ങളിലേക്ക് പോകാൻ അവർക്ക് കഴിവില്ല. എന്നാൽ കൊടുക്കുന്നതും വലിയ സംഭാവനയാണ്, വലിയ ദൗത്യമാണ്. അതേ രൂപത്തിൽ വീട് വെക്കാൻ വിഷമിക്കുന്നവർക്ക് വീട് വെച്ച് കൊടുക്കുക, കിണറില്ലാത്തവർക്ക് കിണർ കുഴിച്ചു കൊടുക്കുക, പഠനോപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ വലിയ സഹായമാണ്. വടിയില്ലാത്തവർക്ക് വടി വാങ്ങിക്കൊടുക്കുക, വെളിച്ചമില്ലാത്തവർക്ക് വെളിച്ചെത്തിച്ചു കൊടുക്കുക. വയറിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷെ വില കൂട്ടി നോക്കുമ്പോൾ കഴിയില്ല. ഞാൻ വയറിങ് എൻ്റെ വക ചെയ്തു തരാം, കറണ്ട് നിങ്ങൾ ശരിയായിക്കോളൂ എന്ന് പറയാം. വയറിങ് ചെയ്തു തരാന്ന് പറഞ്ഞാൽ ചെറിയ സംഭാവന അല്ലത്. അയാൾ ആ ചെറിയ വീടാണെങ്കിൽ പോയിന്റൊക്കെ കൂട്ടി നോക്കുമ്പോൾ അതിന് തന്നെ വരും ഒരു 10,000 ചെറിയ വയറിങ്ങിന്. പക്ഷെ അത് ചെയ്തു കൊടുത്തു. എന്നേക്കും ആ വീട്ടുകാർക്കൊരു വെളിച്ചല്ലേ നൽകിയത്. അത് വലിയ സംഭാവനയാണ്, ചെറുതൊന്നുമല്ല. വടിയില്ലാത്ത ഒരാൾക്ക്, ബുദ്ധിമുട്ടായ ഒരാൾക്ക് വഴി സൗകര്യപ്പെടുത്തി കൊടുത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി റഅയ്തു റജലൻ യതഖല്ലബു ഫിൽ ജന്നത്തി, സ്വർഗ്ഗത്തിൽ ഇങ്ങനെ മാറി മറിഞ്ഞ് നടക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചത് ഫീ ഷജറത്തിൻ, ഒരു മരത്തിന്റെ കാര്യത്തിലാണ്. ഖതഅഹാ അൻ ളുഹ്രി ത്വരീഖ്, തടസ്സമായി, വഴി തടസ്സമായി നിന്നൊരു മരം മുറിച്ചങ്ങ് മാറ്റി കൊടുത്തു. നല്ല വിലപിടിപ്പുള്ള മരം, പക്ഷെ അയാൾ നോക്കിയില്ല, ജനങ്ങൾക്കൊക്കെ ഒരു വഴി വന്നോട്ടേത്. മുറിച്ച് മാറ്റിയിട്ട് വഴി സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തു. അക്കാരണം കൊണ്ട് സ്വർഗത്തിലെത്തി. ഒരു പൊതു നന്മയാണത്. അതൊക്കെ ഏറ്റവും വലിയ ഉപകാരമുള്ളതാണ്. അതുകൊണ്ട് സമ്പത്ത് ചെലവഴിക്കുക എന്നത് നല്ലൊരു സ്വഭാവമാണ്. ധാരാളം അങ്ങനെ നല്ല വഴിക്ക് സമ്പത്ത് ചെലവഴിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ട്. എത്രയോ പാവങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നവരുണ്ട്. അവർക്ക് വലിയ ഗുണം കിട്ടും. നിങ്ങൾ നോക്കുന്നത് വെറുതെ അല്ല, വലിയ ഗുണം കിട്ടും. അല്ലാഹു തആല സ്വതക്കകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. 7ാമത്തെ വിഷയം അല്ലായ സിരിഫ, ദുർവ്യയം ചെയ്യാതിരിക്കലാണ്. അനാവശ്യ മാർഗത്തിൽ ഒരൊറ്റ കാശ് പോലും, ഒരു ചെറിയ പൈസ പോലും ചെലവാക്കാതിരിക്കലാണ്. വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ദുർവ്യയം ചെയ്യരുത്. ദുർവ്യയം ചെയ്യുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. ദുർവ്യയം ചെയ്യരുത്. ആവശ്യത്തിൽ അധികമായിട്ട് വെറുതെ തൊലക്കരുത്. മദീനത്തുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്വഹാബിൻ്റെ വീടിൻ്റെ മേലെ വലിയൊരു കുബ്ബ കണ്ടു. മക്ബറക്ക് കുബ്ബ ഉണ്ടാകും അല്ലേ, അത് ബഹുമാനത്തിനാ. മദീനയിലൊക്കെ കണ്ടില്ല കുബ്ബത്തുൽ ഖദറ. ഇനിയും ഇനിയും അത് കാണാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര വലിയ സന്തോഷമാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിൻ്റെ ഖബറിൻ്റെ മേലെ കുബ്ബുണ്ട്. മിസ്റിൽ പോയാൽ കാണാം. അങ്ങനെ ധാരാളം മഹത്തുക്കളുണ്ട്. പള്ളിക്കുണ്ടാവും കുബ്ബ അല്ലേ, ഒരു ബഹുമാനാർത്ഥം. വീടിൻ്റെ മേലെ കുബ്ബ കണ്ടപ്പോൾ തങ്ങൾ വെച്ചു, വീടിനെന്തിനാ കുബ്ബ, വീടിനെന്തിനാ കുബ്ബ എന്ന് ചോദിച്ചു. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ആ സ്വഹാബി നബിതങ്ങളെടുത്ത് ഒന്ന് സലാം പറഞ്ഞു. സലാം അടക്കിയില്ല. ഭയങ്കര ടെൻഷനോടെ പുറത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇന്ന് ലുഹാന്റെ നേരത്ത് മദീനയോട് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളെ പുര കണ്ടു. പുരൻ്റെ മേലെ കുബ്ബ കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, കുബ്ബ എന്തിനാണെന്ന് ചോദിച്ചു. ആ അതന്നെ എന്നാ സംഗതി, സലാം അടക്കാത്തത്. ഉടനെ പോയി കുബ്ബ പൊളിച്ചു. കുബ്ബ പൊളിച്ചിട്ടാ നബിയെ ഞാൻ വരുന്നത്, അസ്സലാമു അലൈക്കും. നബിതങ്ങൾ സലാം മടക്കി. നിങ്ങൾ നോക്ക്, ആവശ്യമില്ലാതെ കാശ് ചെലവഴിച്ചപ്പോൾ എന്തൊരു എതിർപ്പാണ്. അത് ഒന്നല്ല, ധാരാളം വിഷയങ്ങളുണ്ട്. ഞാനത് നീട്ടിപ്പരത്തി പറയല്ല. നിഷിദ്ധമായ ഒരൊറ്റ മാർഗത്തിലും സമ്പത്ത് പോകരുത്. വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും ആഖിറത്തിൽ. കൊടുത്താൽ കൊടുക്കാൻ എന്തെങ്കിലും നമ്മളെ കയ്യിൽ വേണ്ടേ? അനാവശ്യ രംഗങ്ങളിലേക്ക് കാശ് പോകരുത്.
സുബ്ഹാനല്ലാഹ്, അതിനെപ്പറ്റി വലിയ ചോദ്യമുണ്ട്. നിറയെ സമ്പത്ത് അല്ലാഹു നൽകിയിട്ട് ദൂർത്തടിച്ച് നടന്നിട്ട് നിയമം പറഞ്ഞ് കേൾക്കാതെ ഭൂമിന്റെ അടിയിലേക്ക് ഭൂമി വീങ്ങിയ പോയ ആളല്ലേ ഖാറൂൻ. സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ചു പോയി. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം പറഞ്ഞ നിയമം കേട്ടില്ല. അതിനെ ലംഘിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ അപമാനിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനെ ജനമധ്യത്തിൽ താറടിച്ചു. ഇതൊക്കെ സമ്പത്തിന്റെ പേരിൽ ചെയ്തതാണ്. അതുകൊണ്ട് സമ്പത്ത് ദുരുപയോഗം ചെയ്യരുത്, ദൂർത്തടിക്കരുത്. ആവശ്യമില്ലാത്ത ഒരു വിഷയത്തിലും കാശ് കളയരുത്. ആവശ്യത്തിന് എത്ര കളഞ്ഞാലും അത് വെറുതെയാകൂല, അത് നല്ലതാണ്. നല്ല മാർഗത്തിലല്ലേ അതിന് വലിയ ഫലം ലഭിക്കുകയും ചെയ്യും. ആവശ്യമില്ലാത്ത അർത്ഥത്തിൽ കാശ് കളയരുത്. അത് ധാരാളം മേഖലകൾ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. ഒരു മനുഷ്യൻ അയാൾ സുഖിക്കാൻ വേണ്ടി, സുഖസൗകര്യത്തിന് വേണ്ടി ധാരാളം സംഗീതോപകരണങ്ങൾ വാങ്ങി, അതും ആവശ്യമില്ലാതെ കാശ് ചെലവാക്കുന്നതിൽപ്പെട്ടതാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. ഞാൻ മരിച്ചാൽ നിങ്ങളൊക്കെ വന്ന് അവിടെ പൊട്ടിക്കരയണമെന്ന് പറഞ്ഞിട്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ കുറേ പെണ്ണുങ്ങളെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചു. ഇതൊരു ദുരുപയോഗമാണ്. ഉദാഹരണം പറഞ്ഞ, ഞാൻ മരിച്ചാൽ ഞങ്ങളൊക്കെ വന്ന് കരയണം, നിനക്കെത്ര വേണ്ടി? ഞാനൊക്കെ പൊട്ടിക്കരയണമെങ്കിൽ 10,000 വേണമെന്നാണ് ഒരാൾ. വേറൊരാൾ പറഞ്ഞു 7,000 വേണം, വേറെ 8,000 വേണം. ഇവരൊക്കെ വന്ന് കരയുമ്പോൾ സംഭവം ബഹുലാവൂലേ? അങ്ങനെ അതിനു വേണ്ടി നേരത്തെ ഏൽപ്പിക്കുക ദുരുപയോഗമാണ്. ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങളിലുണ്ട്. അങ്ങനെ വരാൻ പാടില്ല, നമ്മൾ സൂക്ഷിക്കണം. ഒരാൾ ഓടിക്കാൻ വേണ്ടി വാഹനം വാങ്ങി, ദുരുപയോഗമല്ല, അത് ആവശ്യത്തിനാണ്. അയാൾക്കും കുടുംബത്തിനും താമസിക്കാൻ ഒരു പാകത്തെ വീട് വെച്ചു, അത് ദുരുപയോഗമാണ്, അത് ആവശ്യത്തിനാണ്. എല്ലാവർക്കും ഒരുപോലത്തെ വീട് മതിയാവില്ല. കാരണം ചില വീട്ടിൽ 10 അംഗങ്ങളുണ്ടാവും, ചില വീട്ടിൽ 15 അംഗങ്ങളുണ്ടാവും. ചില വീട്ടിൽ ആളുകളൊക്കെ വന്നാൽ പിന്നെ വേറെ എവിടെക്കെങ്കിലും പോയി കിടക്കേണ്ടി ഒരു ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ ഈ സ്കൂൾ ലീവിനൊക്കെ മറ്റുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വരും. ആര്? പുറത്ത് കെട്ടിച്ചയച്ച് വിട്ട പെങ്ങന്മാരും കുട്ടികളൊക്കെ. ഓരോരുത്തരുടെ കൂടെ 3 ആൾക്കാരുണ്ടെങ്കിൽ അതിന് ഇത്ര സ്ഥലം വേണം. അപ്പോൾ അതിന് കുറച്ച് വിശാലപ്പെടുത്തിയിട്ട് അത്യാവശ്യം പാകപ്പെടുത്തി ഉണ്ടാക്കി. അതൊരു മോശമല്ല, അത് ആവശ്യത്തിനാണ്. അല്ലെ പിന്നെ അവരവിടെ കൊണ്ടുപോയി കിടത്തും തോട്ടത്തിലോ? അവർക്ക് കിടക്കാൻ സ്ഥലം വേണ്ടേ? അപ്പം അതിന് സൗകര്യപ്പെടുത്തിയൊക്കെ ഉണ്ടാക്കി. ഞാൻ മുമ്പ് എറണാകുളത്ത് പോയപ്പോൾ അവിടെ ഒരാൾ വലിയ വീടുണ്ട്, സൗകര്യമുള്ള വീടാണ്. ആ വീട്ടിൽ ഒരു റൂമുണ്ട്. അപ്പം അയാൾ അത്യാവശ്യത്തിന് നല്ല സമ്പന്നമായ വ്യക്തിയാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഈ ഒരു റൂം ഉണ്ടാക്കിയത് കുട്ടികൾക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, അവർക്കൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് അധികാവൂലേ? അധികാവൂല. ഇതിവിടെ വന്ന് കുടുങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പം ചിലർ ട്രെയിൻ കിട്ടാതെ കുടുങ്ങും, ചിലരിവിടെ ഹോസ്പിറ്റലിലും മറ്റും വന്നിട്ട് റൂമില്ലാതെ കൊടുക്കും. അവർക്കൊക്കെ കിടക്കാൻ സൗകര്യത്തിനാണ് ഈ റൂം. അത് വെറുതെ ആകുമോ? വെറുതെ ആകൂല, നല്ല കൂലി കിട്ടുന്നതിന്. 1 രൂപ വാടക വാങ്ങാതെയാണ് സഹായം ചെയ്യുന്നത്. എത്ര ആൾ കുടുങ്ങിപ്പോകും? എല്ലാവർക്കും എല്ലായിടത്തും കിടക്കാൻ പറ്റുമോ? കിടന്നാൽ തന്നെ ചിലർക്ക് ഉറക്കം വരുമോ? അപ്പോൾ ഒരു ശരീരത്തിനുള്ള ഒരു സുഖമല്ലേ, ആരോഗ്യത്തിന് വേണ്ടതല്ലേ ഉറക്കം. ആ ഉറക്കിനൊരു സൗകര്യപ്പെടുത്തി കൊടുത്ത് ചെറിയ സൗകര്യമില്ല. ഞാൻ പറഞ്ഞു, ഇത് ഊർത്താകൂല, അതിന് നല്ല കൂലി കിട്ടും. കാരണം നിങ്ങൾ ഉദ്ദേശിച്ചത് കുറേ റൂമുണ്ടായിട്ട് ഇങ്ങനെ അഹങ്കരിക്കുക അത് ഉപയോഗപ്പെടുത്താനുള്ള മാർഗമല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ റൂമിൽ 2 ദിവസം കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഈ റൂമിൽ ഒരു ഭാര്യയും ഭർത്താവാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവരെന്താ സംഗതി? അവർ ഒരു കുടുംബത്തെ അന്വേഷിച്ച് വന്നാണ്. ആ കുടുംബക്കാരിവിടെ ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷെ അവരിവിടെ എത്തുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് കുടുംബക്കാർ വേറൊരു ഭാഗത്തേക്ക് പോയി. അപ്പോൾ അവിടേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇനിയും ഒരുപാട് പോകണം എന്ന് കരുതിയിട്ട് അവരിവിടെ വിശ്രമിച്ചു ഒരു ദിവസം. അങ്ങനെ വിശ്രമിച്ചു പോയതാണ്. അങ്ങനെ കുടുങ്ങുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ ഒരു സഹായത്തിന് എത്ര സ്ഥലത്ത് കാണാം അങ്ങനെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തത്. ധാരാളം കാണാം. ചില സ്ഥലങ്ങളിലൊക്കെ വിശ്രമിക്കാൻ വേണ്ടി, യാത്രക്കാർക്ക് വിശ്രമിക്കാൻ വേണ്ടി സൗജന്യമായി ഉണ്ടാക്കിയ സ്ഥലങ്ങൾ കാണാം. ഒരാളുണ്ടാക്കിയത് യാത്രക്കാർക്ക് വിശ്രമിക്കാൻ, അവരെ വസ്തുക്കളൊക്കെ വെച്ച് അവർക്ക് ഇടക്കൊന്ന് വിശ്രമിക്കാൻ, 1 ദിവസം 2 ദിവസമൊക്കെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി. വലിയ ഉപകാരമല്ലേ അത്? കാരണം നീണ്ട യാത്ര തുടരെ എല്ലാവർക്കും കഴിയില്ല. അപ്പോൾ ഒന്ന് വിശ്രമിച്ച് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ട്. സിയാറത്ത് കേന്ദ്രങ്ങളിലൊക്കെ പലയിടത്തും കാണാം അങ്ങനെ. ദിക്ർ ചൊല്ലാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ദിക്ർ ഖാന കാണാം.
കാൽപട്ടണത്ത് പോയാൽ അവിടെ വലിയൊരു ദിക്ർ ഖാനുണ്ട്. ദിക്റല്ലാനേ പറ്റുള്ളൂ, വേറെ ഒന്നിനും സംഭവിക്കില്ല, ഉറങ്ങാനും സംഭവിക്കില്ല. ദിക്ർ ചൊല്ലിയാൽ പോരാ. പക്ഷേ നല്ല റാഹത്താണ് അതിൻ്റെ ഉള്ളിൽ ദിക്ർ ചൊല്ലാൻ. അത് ഒരാൾ വഖഫ് ചെയ്ത് ദിക്റെല്ലാം വേണ്ടി ഉണ്ടാക്കിയത്. വലിയൊരു കെട്ടിടം. ഒരു 100 ആൾ 150 ആൾ പോയാലും സുഖമായിട്ട് ദിക്റല്ല. അതിനെത്ര വലിയ കൂലി ഉണ്ടാവും. സമ്പത്തെല്ലാം ചിലവഴിച്ച് ദൂർത്തല്ല, ആവശ്യത്തിന് വേണ്ടി ചിലവഴിക്കണം. അനാവശ്യകരമായിട്ടൊന്നും ചിലവഴിക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 8ാമത്തൊരു കാര്യം, അല്ലായത്തുലുബൽ ഉലുവ്വ വൽ കിബ്റിൽ നഫ്സിഹി, സ്വന്തത്തിനൊരു നിലക്കും അഹങ്കാരം സ്വീകരിക്കരുത്. ഞാനൊരു വലിയ ആളാകണം എന്നൊരു താല്പര്യം ഉണ്ടാകരുത്. എന്ന് പറഞ്ഞാൽ പുരോഗതി ആഗ്രഹിക്കരുത് എന്നല്ല. പുരോഗതി ഓരോരുത്തരും ആഗ്രഹിക്കും. ഞാനൊരു വലിയ ആളാണ് എന്നുള്ള നിലപാട് വേണ്ട. അപ്പം മറ്റുള്ളവരൊക്കെ ചെറിയവരാണ് തോന്നിപ്പോകും. മറ്റുള്ളവർ എന്നെക്കാളും എത്രയോ അറിവുള്ളവരാണ്. ഈ കൂട്ടത്തിൽ അങ്ങനെ എത്ര അറിവുള്ളവരുണ്ട്. നമ്മളെക്കാളും ധാരാളം സ്ഥാനമുള്ളവരുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്നവരുണ്ട്. അപ്പൊ സ്വമേധയാ പൊങ്ങച്ചം കാണിക്കരുത്. അതാണ് ഖുർആൻ പറഞ്ഞ തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ. പാരത്രിക ലോകത്തെ ഭവനം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഭൂമിയിൽ ധിക്കാരം ഉദ്ദേശിക്കാത്തവർക്കാണ്. വലാ ഫസാദാ, കുഴപ്പം സൃഷ്ടിക്കാനും ഉദ്ദേശമില്ല. നല്ല നിലക്ക് സഹകരിച്ച് സ്നേഹത്തോടെ ജീവിക്കുക. വേറൊരാളെ അഭിമാനം ക്ഷയപ്പെടുത്താനോ ക്ഷതമാക്കാനോ അയാളില്ല. അയാൾ എല്ലാവരോടും സ്നേഹത്തോടെ സഹവർത്തിത്തോടെ ജീവിക്കാനാണ്. ആരെയും ആക്രമിക്കാനും ഇല്ല. അങ്ങനെ ഒരു അഹംഭാവമോ അഹന്തയോ ഇല്ലാതെ ജീവിക്കുന്ന നല്ലവർക്കാണ് അല്ലാഹു തആല പാരത്രിക ലോകത്തെ ഭവനം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ആയത്തും ഖാറൂനിന്റെ വിഷയത്തിൽ ഇറങ്ങിയതിന്റെ ബാക്കിയിൽ വന്ന ആയത്താണ്. ഖാറൂൻ നല്ല വിവരസ്ഥനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമും ഹാറൂൻ നബിയും കഴിഞ്ഞാൽ തൗറാത്ത് കൊണ്ട് നല്ല വിവരമുള്ള ആളാണ് ഖാറൂൻ മുതലാളി. അത് വായിക്കാനും അത് പഠിക്കാനും അത് പറഞ്ഞു കൊടുക്കാനും കഴിവുള്ള ആളാണ്. പക്ഷേ ധിക്കാരം മൂർച്ച കൂടി പോയി. ജനങ്ങൾ ഖാറൂനോട് പറഞ്ഞു, ഖാറൂനെ, നിനക്ക് അല്ലാഹു തആലയാണ് ഈ സമ്പത്തൊക്കെ തന്നത്. അതുകൊണ്ട് അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, അല്ലാഹു തആല ഔദാര്യം ചെയ്തതുപോലെ നീ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർളി, ഭൂമിയിൽ അക്രമം ചെയ്യരുത്, കുഴപ്പമുണ്ടാക്കരുത്. അത് അല്ലാഹു ഒരു നിലക്കും തൃപ്തിപ്പെടൂല, റബ്ബ് ശിക്ഷിക്കും. ഹാറൂൻ പറഞ്ഞെന്താ അറിയോ? കിബ്റിന്റെ വർത്തമാനം, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, സമ്പത്തൊക്കെ എൻ്റെ വിവരം കൊണ്ട് കിട്ടിയതാണ്. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എനിക്ക് വലിയ വിവരമുണ്ട്, ആ വിവരം അനുസരിച്ച് എനിക്ക് കിട്ടിയതാ, ഞാൻ സമ്പാദിച്ചതാണ്, അല്ലാഹു തആല തന്നതാന്നുള്ളത് പറ്റ മറന്നു. അപ്പോഴാണ് അല്ലാഹു ചോദിച്ചത്, അവലം യഅലം അന്നല്ലാഹ ഖദ് അഖ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂനി മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംആ, ഇവനെക്കാളും ആൾബലമുള്ള കൈകരുത്തുള്ള എത്ര പേരെ അല്ലാഹു തആല ഇതിനു മുമ്പ് ശിക്ഷിച്ചിട്ടുണ്ട്, അതിവൻ അറിഞ്ഞിട്ടില്ലയോ? അതുകൊണ്ട് അങ്ങത്തെ പൊങ്ങച്ചം കാണിച്ച് അഹങ്കാരം കാണിച്ച് മൂസാ നബി അലൈഹിസ്സലാമിനെ താറടിക്കാൻ വേണ്ടി നിന്നപ്പോ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, അവനെയും അവന്റെ കൊട്ടാരത്തെയും നമ്മൾ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. എത്ര സംഘശക്തി ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റിയോ? ആർക്കെങ്കിലും കൈപിടിക്കാൻ പറ്റിയോ? ഭൂമി അങ്ങ് അടിയിലേക്ക് വലിച്ചു കളഞ്ഞു. അവന്റെ സമ്പത്ത് പിൽക്കാലത്ത് ഉപയോഗപ്പെടുത്തിയിട്ട് അവനോടൊരു അനുകമ്പ ആർക്കും തോന്നരുത് എന്ന് കരുതിയിട്ടല്ലേ അവന്റെ കൊട്ടാരമടക്കം അല്ലാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തിയത്. ഒന്നും പുറത്ത് ബാക്കി വെച്ചില്ലല്ലോ. തലേ ദിവസം അവന്റെ കൂടെ നിന്നിരുന്ന ആളുകൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ താക്കീത് കേട്ടിട്ട് മടങ്ങിയ ആളുകൾ, പിറ്റേ ദിവസം ആ സ്ഥലത്ത് വന്നിട്ട് അവർ പറയാണ്, ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, അല്ലാഹ് നമ്മക്ക് വലിയ അനുഗ്രഹം ചെയ്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അല്ല, ഖാറൂന്റെ കൂടെ ഒരു സീറ്റും പ്രതീക്ഷിച്ച് നമ്മൾ നിന്നിരുന്നെങ്കിൽ നമ്മളെയും ഭൂമി ആഴ്ത്തിക്കളയുമായിരുന്നു. ഖാറൂന്റെ കൂടെ നിൽക്കണ്ടട്ടോ, മാറിക്കോളി, ഭൂമി ഇപ്പൊ വിഴുങ്ങാൻ പോകാണ്, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പൊ കുറച്ചാൾക്കാർ കൂടെ തന്നെ നിന്നു. ജയിച്ച ഏതായാലും ഉറപ്പാ, ഖാറൂന്റെ കൊട്ടാരത്തിൽ ഒരു റൂം എങ്ങനെയും കിട്ടും, ഒരു ജോലി എങ്ങനെയും കിട്ടും. മുങ്ങിപ്പോയി, തായോട്ട് താന്നുപോയി. ഖിയാമത്ത് നാൾ വരെ താന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എത്ര കടുപ്പപ്പെട്ട വിഷയമാണ്.
അതുകൊണ്ട് കിബർ വരാൻ പാടില്ല, വലിയർത്താനം വരാൻ പാടില്ല, നല്ലോണം സൂക്ഷിക്കണം. കിബർ തോന്നാൻ പാടില്ല. എന്തിൻ്റെ പേരിലും കിബർ വരാൻ പാടില്ല. കിബർ വലിയ വിഷയമല്ലേ. ഇബ്ലീസിനെ അക്കോലത്തിലേക്ക് മറിച്ചത് കിബറല്ലേ സഹോദരങ്ങളെ. വലിപ്പം തോന്നിയതല്ലേ ഇബ്ലീസിന്, ഞാനാണ് വലിയ ആള്. അതുകൊണ്ട് അങ്ങനെ തോന്നാൻ പാടില്ല. നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മിസ്കീന്മാരായ അടിമകളാണ്. അള്ളാഹു നമുക്ക് ഖൈറേറ്റി തരട്ടെ. 9ാമത്തെ അടയാളം അൽ മുഹാഫളതു അലസ്സലവാത്തിൽ ഖംസ്. 5 നിസ്കാരങ്ങളിൽ പതിവായി ശ്രദ്ധിക്കുക. 5 ഫർള് നിസ്കാരങ്ങൾ പതിവായി ശ്രദ്ധിക്കുക, ഒന്നും വിടാൻ പാടില്ല. അള്ളാഹു അങ്ങനെ പതിവായി ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ. എപ്പോഴെങ്കിലും നിസ്കരിക്കാനല്ല, പതിവായി നിസ്കരിക്കാനാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഒക്കെ ഉണ്ടായിട്ട്, പ്രായപൂർത്തിയും ബുദ്ധിയും പകതിരിവൊക്കെ വന്നിട്ട് സഹോദരങ്ങളെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പരിഗണിക്കാതിരിക്കരുത്. അകാരണമായി നിസ്കാരം കൈയൊഴിക്കരുത്. എന്ന് പറഞ്ഞാൽ അകാരണമായി എന്ന് പറഞ്ഞാൽ ഒരു കാരണം ഇപ്പുറത്തുണ്ടല്ലോ. ഉറക്ക് അനിയന്ത്രിതമായി ഉറക്ക് വന്നിട്ട് നിസ്കാരം ഖളായി പോയി, നിസ്കരിച്ചത് വീട്ടണം, അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടൂല. എന്നും അങ്ങനെ 7 മണിക്ക് 8 മണിക്ക് എണീറ്റ് സുബഹി നിസ്കരിക്കുന്നതിനെ പറ്റിയല്ല. അതോൻ്റെ പതിവാണത്, പതിവ് മാറ്റണം, അതിൽ കൂട്ടൂല. അതേ സമയത്ത് എന്നും അതായി നിസ്കരിക്കുന്ന ആള് അയാൾക്ക് എന്താണെന്നറിഞ്ഞോയില്ല, അയാളങ്ങ് ഉറക്കിൽ പെട്ടുപോയി, അല്ലെങ്കിൽ വിളിച്ചിട്ട് അറിഞ്ഞില്ല, അല്ലെങ്കിൽ മറ്റു രൂപത്തിലൊന്നും അറിഞ്ഞില്ല, ഖളാ വിട്ടിയാൽ മതി, അല്ലാഹു ശിക്ഷിക്കൂല. മറ്റൊന്നുള്ളത് മറതിയാണ്. പ്രായം കൂടുതലാകുമ്പോഴോ സന്തോഷം കൂടുതലാകുമ്പോഴോ ടെൻഷൻ കൂടുതലാകുമ്പോഴോ ഒക്കെ മറതി വരും. മറന്നുപോയി നിസ്കരിച്ചാൽ മതി, ആ വിഷയത്തിൽ ശിക്ഷയില്ല. അതേ സമയത്ത് നമ്മുടെ മറ്റു കാരണങ്ങളൊന്നും ഇതിന് കാരണമല്ല. രോഗം നിസ്കാരം പിന്തിക്കാനുള്ള കാരണം അല്ല. ആരോ മരിച്ചു, ആരോ ജനിച്ചു, അല്ലെങ്കിൽ ഭാര്യ പ്രസവിച്ചു, മക്കള് പ്രസവിച്ചു, അതൊന്നും നിസ്കാരം പിന്തിക്കാനുള്ള കാര്യമല്ല. വേറെ ഒന്നും കാരണമായി കൂട്ടൂല. പഠനവും അധ്യാപനവും കാരണമല്ല. നിസ്കാരം വളരെ പതിവായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഒരു നിലക്കും അതിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകരുത്. അതുകൊണ്ടല്ലേ നിസ്കാരത്തിന്റെ വിഷയം പറഞ്ഞെടുത്ത് മാത്രം അല്ലാഹു തആല അതേ ആ ഒരു ശൈലിയിലല്ലേ ഖുർആനിലൂടെ പറഞ്ഞത്. നിസ്കരിക്കൂ എന്നതിന് സ്വല്ലു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ നിസ്കരിക്കൂ, നിങ്ങൾ നിസ്കരിക്കൂ. അത് പറയുന്നതിന് പകരം അഖീമുസ്സലാ അല്ലദീന യുഖീമൂനസ്സലാ അഖിമിസ്സലാത ലിദിക്രി. ഈ ശൈലി തന്നെ പറയാൻ കാരണം ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നിസ്കാരം എന്ന് പറയുന്നത് കൃത്യമായും നിത്യമായും ഉള്ള നിസ്കാരത്തിനാണ് നിസ്കാരം എന്ന് പറയുന്നത്. അതിനാണല്ലോ കാര്യമായിട്ടുള്ള പരിഗണനയും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള ശ്രദ്ധ മറക്കരുത്. എപ്പോഴും നമ്മൾ ആ വിഷയം നല്ലോണം പരിഗണിക്കുന്നവരാകണം, നല്ലോണം ശ്രദ്ധിക്കുന്നവരാകണം. എല്ലാവരും സംഭാവന കൊടുക്കണം. സംഭാവന ബക്കറ്റ് വരുന്നുണ്ട്, അതിനെ വേണ്ട രൂപത്തിൽ എല്ലാവരും നന്നായി പരിഗണിക്കണം. എല്ലാവരും കൊടുക്കി സംഭാവന. കവർ കൊണ്ടുവന്നവരൊക്കെ ബക്കറ്റിലിടണം. അൽ മുഹാഫളതു അലസ്സലവാത്തിൽ ഖംസ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച കൊടുക്കാത്ത വിഷയമാണ് നിസ്കാരം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം ഒഴിവായി പോയതുണ്ടെങ്കിൽ ആ നിസ്കാരം നമ്മൾ മടക്കണം, അത് വീട്ടണം. കാരണം എന്തേ? നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അത്രയും വലിയ ശ്രദ്ധ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു പരിഹാരം വേറെ നിർദ്ദേശിച്ചിട്ടില്ല, നമ്മൾ വീട്ടുകയല്ലാതെ. ഹജ്ജ് അങ്ങനെയല്ലല്ലോ. ഹജ്ജ് നിർബന്ധമായിട്ട് നിർവഹിക്കാതെ ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തെടുത്ത് വേറെ ആരെങ്കിലും ഒന്ന് നിർവഹിച്ചാൽ ആ ബാധ്യത വീടും. നോമ്പ് നോൽക്കാതെ പോയ ആളാണെങ്കിൽ സമ്പത്തെടുത്ത് പകരം മുദ്ദ് കൊടുത്താൽ, ഫിദിയ കൊടുത്താൽ അത് വീടും. സക്കാത്ത് കൊടുക്കാത്തവന്റെ സക്കാത്ത് കൊടുത്താലും വീടും. നിസ്കാരം അങ്ങനെ പരിഹരിക്കപ്പെടുന്ന വിഷയം അല്ല. അതുകൊണ്ട് പ്രബല അഭിപ്രായ പ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിസ്കാരം നമ്മൾ തന്നെ നിർവഹിക്കണം. കഴിവിൻ്റെ പരമാവധി സമയം അതിനു വേണ്ടി ചെലവഴിക്കണം, നീക്കണം. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ഒരു ഘട്ടത്തിലും അത് ഒഴിവായി പോകൂല.
ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരം ദായിമായി നിലനിർത്തണം. ബുദ്ധിയില്ലാത്ത കാലത്താണെങ്കിൽ പിന്നെ തക്ലീഫില്ല. മറ്റു കാലങ്ങളിലൊക്കെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നന്നായി ശ്രദ്ധിക്കണം. റമദാനു ഷരീഫിൽ നിസ്കാരം കറക്റ്റായി നിർവഹിക്കാൻ പ്രതിജ്ഞയെടുത്ത് കഴിവിന്റെ പരമാവധി നിസ്കാരങ്ങൾ ഖളാ ഉള്ളവർ അത് മടക്കി ഒരു നിസ്കാരവും പെരടിയിൽ ബാക്കി വെക്കാതെ പിരിഞ്ഞു പോകാൻ കഴിയണം. മഹത്തുക്കളൊക്കെ ആ വിഷയത്തിൽ വലിയ സന്തോഷം കൊണ്ടവരാണ്. എൻ്റെ ജീവിതകാലത്ത് നിസ്കാരം ഒരു വക്ത് പോലും ഖളാ ആയി പോയിട്ടില്ല എന്ന് പറഞ്ഞ മഹാരഥന്മാരെത്രയുണ്ട്. ധാരാളം മഹാന്മാരുണ്ട്. നിസ്കാരത്തിന്റെ മഹത്വമാണ് അവരാ പഠിപ്പിച്ചത്. കാരണം എന്തേ? പതിവായി നിസ്കരിക്കുന്നവന്റെ നിസ്കാരം കൊണ്ട് വലിയ ഗുണമുണ്ട്. ഹദീസിൽ പറഞ്ഞില്ലേ, മൻ ഹാഫള അലൈഹാ, പതിവായി നിസ്കരിക്കുന്നവനാണ്, ഒരൊറ്റ വക്തും ഖളാ ആകാതെ കൊണ്ട് നടക്കുന്നവനാണ്, കാനത് ലഹു നൂറൻ വബുർഹാനൻ വനജാതൻ യൗമൽ ഖിയാമ, ആ നിസ്കാരം അവന് പ്രകാശമാകും, അവന് വലിയ പ്രമാണമാകും, അവന് വലിയ രക്ഷയാകും. നിസ്കരിക്കാതെ ജയിക്കാൻ പറ്റൂല. അതാണ് ഏത് വിഷയങ്ങൾ പറയുമ്പോഴും നിസ്കാരം അതിൽ കടന്നു വരും. ഇതിപ്പോൾ നമ്മൾ 10 എണ്ണിയതാണ്. ഇനി വേറെ ഏതെങ്കിലും ഒരു അടയാളം, മുഅ്മിനീങ്ങളെ പറ്റിയുള്ള അടയാളം ഖുർആൻ എവിടെ പറഞ്ഞിട്ടോ നിസ്കാരം പറയാത്തൊരൊറ്റ സ്ഥലവുമില്ല. നിസ്കാരം മുഅ്മിന്റെ അടയാളത്തിൽ നിന്നൊരു നിലക്ക് ഒഴിവാകൂല. അതത്രയും കണിശതയുള്ളൊരു കാര്യമായിട്ട് തന്നെ കരുതണം. പഴയ കാലത്ത് നമ്മൾ പ്രായപൂർത്തി എത്തിയതിന് ശേഷം ഖളാ അതൊക്കെ ഒന്ന് ആലോചിച്ചെടുക്കുക. എന്നിട്ടൊക്കെ പൂർത്തീകരിച്ച് വീട്ടാനുള്ള തൗഫീഖിനും ദീർഘായുസ്സിനും ദ്വാരക്കുക. കഴിവിന്റെ പരമാവധി എങ്ങനെ പൂർത്തീകരിക്കുക. വേറൊരു മാനദണ്ഡം കൊണ്ടത് പൊറുക്കൂല. മരണപ്പെട്ടു പോയിട്ട് മക്കൾ ഒരു 2-3 ലോഡ് ലോറിയിലൊന്നായിട്ട് കൊണ്ടുവന്ന് അരി വിതരണം ചെയ്തു എല്ലാവർക്കും. സ്വതക്കൻ്റെ കൂലി വേറെ ഉണ്ടാകും, നിസ്കാരത്തിന് വേറെ ഭാഗത്തുണ്ടാവും. നിസ്കാരം അതുകൊണ്ട് മാറ്റം കിട്ടൂല. വളരെ കണിശനമായിട്ട് തന്നെ നിസ്കാരത്തിന്റെ വിഷയം നന്നായി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അത് വലിയ രക്ഷക്കുള്ള കാരണമാണ് പതിവായ നിസ്കാരം. ഖുർആൻ ഷരീഫും പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. ആരാണ് വിജയിച്ചത്? ഖദ് അഫ്ലഹ മൻ തസക്ക, ഖൽബിനെ ശുദ്ധീകരിച്ചു, അതാണ് ഈമാൻ. ഈമാൻ നൽകി ശുദ്ധീകരിച്ചു. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, ഈമാൻ ഖൽബ് കൊണ്ട് സ്വീകരിച്ചു. വദക്കറ സ്മ റബ്ബിഹി, നാവ് കൊണ്ട് അത് ഉച്ചരിച്ചു. അതാണ് ഖൽബിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് മൊഴിയണം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞ ഒരു കർമ്മം നോക്ക് നിങ്ങൾ, ഫസല്ല, നിസ്കരിക്കുകയും ചെയ്തു. നിസ്കരിക്കാതെ ജയിക്കൂല, അങ്ങനെ കരുതണ്ടാരും. വേറെ ഏതെങ്കിലുമൊക്കെ ചുളിവിലൂടെ ജയിക്കാൻ നടക്കൂല പരിപാടി. നിസ്കരിച്ചെങ്കിലേ ജയിക്കും. നിസ്കാരമില്ലെങ്കിൽ ഒരു നിലക്കും ഒരു റെക്കമെൻഡിലും ജയിക്കാൻ പറ്റൂല. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയം വളരെ കാർക്കശ്യമായി കരുതണം. തക്ലീഫെത്തിയിട്ട് ഖളാ ആയി പോയ നിസ്കാരം വീട്ടാത്തതിനിയും പെരടിയുണ്ടെങ്കിൽ അത് വീട്ടിയേക്കണം. മരിക്കുന്നതിന്റെ മുമ്പ് കഴിവിന്റെ പരമാവധി സമയങ്ങൾ അതിന് വിനിയോഗിക്കണം. ഉമ്മമാരെ, മെൻസസിന്റെ സമയത്തും നിഫാസ് പുറപ്പെടുന്ന സമയത്തും അത് രക്തം നിന്ന നേരത്തും നിസ്കാരം ഖളാ ആയി പോയതുണ്ടെങ്കിൽ അത് വീട്ടണം. ളുഹർ ബാങ്ക് കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊരു സഹോദരിക്ക് മെൻസസ് വന്നു. ഈ ളുഹർ നിസ്കാരം മെൻസസ് നിലച്ച് ശുദ്ധിയായ ശേഷം മടക്കി നിസ്കരിക്കേണ്ടതുണ്ട്. കാരണം ആ ളുഹർ പെരടിയിൽ വാജിബായിട്ടുണ്ട്, അത് മറന്നു പോകാൻ പാടില്ല. മെൻസസ് നിലച്ചപ്പോൾ അസുറിന്റെ നേരത്താണ്. കുളിച്ചു അസുർ മാത്രം നിസ്കരിച്ചാ പോരാ, ളുഹറും നിസ്കരിക്കണം. ഇശായിന്റെ നേരത്താണ് മെൻസസ് നിലച്ചത്, ശുദ്ധിയായത്, കുളിച്ചിട്ട് ഇശ മാത്രം നിസ്കരിച്ചാ പോരാ, മഗ്രിബും നിസ്കരിക്കണം. ഇശായിന്റെ നേരത്ത് മെൻസസ് ഒക്കെ നിലച്ചപ്പോൾ ഇപ്പൊ കുളിച്ചാല് കുറച്ച് കഴിഞ്ഞാൽ ഭർത്താവ് വരും, പിന്നെ മൂപ്പരോട് കൂടെ ബന്ധപ്പെട്ട് പിന്നെയൊന്ന് കുളിക്കേണ്ടി, അതുകൊണ്ട് സുബൈയിലേക്ക് നീട്ടിയൊക്കെ നല്ലത് എന്ന് കരുതിയാ വലിയ വിഷമം വരും. ഇവിടെ ഈ നിസ്കാരങ്ങൾ രണ്ടും ബോധപൂർവം ഒരു കാരണമില്ലാതെ പിന്തിച്ചു എന്നുള്ള വലിയ കുറ്റം വരും. അങ്ങനെ വരാൻ പാടില്ല. പ്രസവിച്ച് കിടക്കുന്ന സഹോദരി 40 ദിവസം കഴിഞ്ഞാൽ സാധാരണ പതിവല്ലേ 40? സഹോദരങ്ങളെ, അത് നമ്മളെ നാട്ടിലുള്ള എല്ലാവർക്കും ഉള്ള പതിവല്ല. 22, 23, 24 ആകുമ്പോഴേക്ക് രക്തം നിലക്കുന്നവരുണ്ട്. അവരോട് നല്ല ഉള്ളിച്ചോറൊക്കെ വെച്ച് കടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ രക്തം നിലച്ചാൽ ഓരോ ഭക്തും നിസ്കരിച്ചോളണം. കുട്ടിയെ ശുശ്രൂഷിച്ച് 40 വരെ കടന്ന് 40 ആകുമ്പോൾ ഒരു സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കി, അതിനൊന്നും ഞാൻ തകരാറ് പറയുന്നില്ല.
രക്തം നിലച്ചത് എപ്പോഴാണോ അത് നിലച്ച ശേഷമുള്ള നിസ്കാരം നിർബന്ധമായി നിസ്കരിക്കണം. 40 എന്നിട്ട് നിസ്കരിക്കാം എന്നൊരു പതിവ് പറ്റൂല. അങ്ങനൊരു പതിവ് 40 വരെ അശുദ്ധിയുള്ളവർക്കാണ്. എല്ലാവരും അങ്ങനല്ല, പലരും അതിൽ നിന്ന് മാറ്റാണ്. 25 കഴിയുമ്പോൾ 30 കഴിയുമ്പോഴൊക്കെ രക്തം നിലച്ചു പോയി. അവർ കുളിച്ചിട്ട് നിസ്കരിക്കണം, ഓരോ ഭക്തിയുടെ നിസ്കരിക്കണം, മുഴുവെടുത്ത് നിസ്കരിക്കണം. അവരെ കുട്ടീനെ ശുശ്രൂഷിച്ച് കടന്നോട്ടെ, അതിനും തകരാറില്ല. അത് കുട്ടീനെ നോക്കാനും പരിപാലിക്കാനും അല്ലേ. പക്ഷെ 40 നിസ്കരിക്കാവൂ എന്നൊരു നയമല്ല. അതുകൊണ്ട് ആ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം. രാവിലെ ജോലിക്ക് പോകുന്ന ഒരാൾ നിങ്ങൾ നോക്ക്, ആ സമ്പാദ്യം അല്ലാഹുത്തആല മുടക്കുന്നില്ലല്ലോ. ളുഹുറും നിസ്കരിക്കുന്നില്ല, അസ്റും നിസ്കരിക്കുന്നില്ല. വൈകുന്നേരം വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം തൊണ്ടയിൽ കിട്ടിയാൽ എത്ര ഇടങ്ങേറുണ്ടാകും. കുടിക്കുന്ന വെള്ളം തായോട്ടിറങ്ങാതെ പോയാൽ അപ്പോഴല്ലേ റബ്ബിൻ്റെ നിഅമത്തിൻ്റെ വലിപ്പറിയുള്ളൂ. എത്ര നിസ്കരിക്കാൻ നടന്നിട്ടും അള്ളാഹു ഭക്ഷണം മുടക്കിയിട്ടുണ്ടോ? ആരോഗ്യം കുറച്ചിട്ടുണ്ടോ? ജോലി മുടക്കിയിട്ടുണ്ടോ? അല്ലാഹ് എത്ര വലിയ ഔദാര്യവാനാണ്. പക്ഷേ അത് കണ്ടിട്ട് അള്ളാഹു ഒന്നും ചെയ്യൂല എന്ന് കരുതരുത്. പിടികൂടാൻ വലിയ കഴിവുള്ളവനാണ്. വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ, നിശ്ചിത ടൈം വരാനുണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിന്തിപ്പിക്കുകയാണ്. ഇവിടെ കഴിയാത്തത് കൊണ്ടാണെന്ന് ധരിക്കരുത്. ധാരാളം പേർക്ക് അല്ലാഹ് ശിക്ഷ കൊടുത്തതുണ്ടല്ലോ. നിസ്കാരം പതിവാക്കി നിസ്കരിച്ചാൽ അത് വലിയ പ്രകാശമാണ്. ഖിയാമത്ത് നാളിൽ വലിയ ഇരുട്ടല്ലേ, അവിടെ വലിയ വെളിച്ചം വേണ്ടേ? ടോർച്ചടിച്ച് വരാൻ അവിടെ ഭാര്യ വരുമോ? മുന്നോട്ട് ടോർച്ചടിച്ച് കാണിക്കാൻ മക്കൾ വരുമോ? വേറെ ആരെങ്കിലും വരുമോ? വെളിച്ചത്തോടെ മുന്നോട്ട് പോകുന്ന മുഅ്മിനീങ്ങളെ പിന്നാലെ മുനാഫിക്കുകൾ വന്നിട്ട് ഉൻദുറൂനാ നഖ്തബിസ് മിൻ നൂരിക്കും, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ, നിങ്ങളെ പ്രകാശത്തിൽ നിന്ന് അല്പം ഞങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾ അവരോട് പറയുമല്ലോ, ഖുർആൻ പഠിപ്പിച്ചില്ലേ, ഇർജിഊ വറാഅക്കും ഫൽതമിസൂ നൂറാ, വന്ന വഴിക്ക് തിരിച്ചു പോയിക്കോളൂ, വേറെ ഭാഗത്ത് പോയിട്ട് നൂറ് തേടിക്കോളൂ, ഞങ്ങളൊരു നൂറും നിങ്ങൾക്ക് തരില്ല. അപ്പോഴേക്ക് അവരെ മുന്നിൽ ഇരുട്ട് പടർന്നു പോയി. നല്ല പ്രകാശത്തോടുകൂടെ അവിടെ നടക്കണ്ടേ, പ്രമാണം വേണ്ടേ, ഐഡന്റിറ്റി കാണിക്കണ്ടേ? ഇവിടെ നിങ്ങൾ നോക്ക്, ഏതെല്ലാം സ്ഥലത്ത് ഐഡന്റിറ്റി കാണിക്കണം. ഖിയാമത്ത് നാളിലുള്ള മുഖ്യമായ ഐഡന്റിറ്റിയാണ് നിസ്കാരം. വബുർഹാൻ അതൊരു പ്രമാണമാണ്, വനജാത്ത് എന്നത് രക്ഷയുമാണ്. അത് പതിവാക്കാത്തവനോ, അതേ പതിവായി നിസ്കരിക്കാത്തവൻ, അവൻ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോകും, പിന്നെ പെരുന്നാളിനും പോകും, ആ ഒരു നിസ്കാരേ ഉള്ളൂ. വീട്ടിൽ വെച്ച് ളുഹുറുണ്ടോ ഇല്ല, അസുറുണ്ടോ ഇല്ല, അവൻ അവൻ്റെ ജോലി അങ്ങനെ എടുക്കും, കിട്ടുന്നതങ്ങനെ ഭക്ഷിച്ചു കൂടും, നിസ്കാരം തീരെയില്ല. ബാക്കി എല്ലാ പരിപാടിക്കും ഉണ്ട്. ഒരിതിന് വിളിച്ചാലൊക്കെ റെഡി ആയിട്ട് വരും, വേറെ ഏത് കാര്യത്തിനും വരും, നിസ്കരിക്കൂല. പടിഞ്ഞാട്ടേക്ക് ഉന്തിയാലോ കേക്കോട്ടേ പോകുള്ളൂ, നിസ്കരിക്കൂല, കരവനില്ല. അങ്ങനെ പതിവില്ലാത്ത മനുഷ്യൻ എപ്പോഴെങ്കിലൊക്കെ നിസ്കരിക്കുന്ന ആള് ലം തകുല്ലഹു നൂറ, ഈ നിസ്കാരം അവന് വെളിച്ചത്തിന് വരൂല, അത് പ്രമാണമായി വരൂല, രക്ഷയായി വരൂല. അത് പറഞ്ഞിട്ട് തങ്ങൾ നിർത്തിയില്ല. വകാന യൗമൽ ഖിയാമ, പതിവായി നിസ്കാരം ശീലിക്കാത്തവൻ ഖിയാമത്ത് നാളിൽ മാ ഖാറൂൻ, നേരത്തെ പറഞ്ഞ ഖാറൂനിന്റെ കൂടെയാണ്. വഹാമാന വഫിർഔന, ഫിർഔന്റെ കൂടെയാണ്. ലക്ഷക്കണക്കിന് കുരുന്നുകളെ നിർദാക്ഷിണ്യം കൊന്ന ഭരണാധികാരിയല്ലേ ഫിർഔൻ. ഒരു പ്രതിപക്ഷ പോലും ഇല്ലാതെ ഭരണം നടത്തിയ ആളല്ലേ ഫിർഔൻ. ആ ഫിർഔനിന്റെ കൂടെയാണോ നിനക്ക് നിൽക്കേണ്ടത്? വഹാമാൻ, ആ ഫിർഔനിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ ഹാമാന്റെ കൂടെയാണ്. വഉബയ്യ് ഇബ്നു ഖലഫിൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് വെട്ടേറ്റ് മരണപ്പെട്ടു പോയ ശത്രുവല്ലേ ഉബയ്യ് ഇബ്നു ഖലഫ്, അവന്റെ കൂടെയാണോ നിൽക്കേണ്ടത്? നമ്മൾ ആലോചിക്കണം. പതിവായി നിസ്കരിക്കുന്നവരാരെ കൂടെയാണ്? മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ.
അപ്പൊ ഖാറൂനിന്റെ സൊഫിലല്ല നിൽക്കേണ്ടത്, ഫിർഔനിന്റെ സൊഫിലല്ല നിൽക്കേണ്ടത്, ഹാമാന്റെ സൊഫിലല്ല നിൽക്കേണ്ടത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ പതിവായ ശ്രദ്ധ എപ്പോഴും സൂക്ഷിച്ചു കൊണ്ട് നടക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിസ്കാരത്തിൽ നല്ല ക്ഷമ പാലിക്കണം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹു തആല കൽപ്പിച്ചില്ലേ, കുടുംബക്കാരോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നബിമാരൊക്കെ അവരെ കുടുംബക്കാരോട് നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം ഇല്ലാത്തൊരൊറ്റ നബിയുല്ലല്ലോ. എല്ലാ നബിമാർക്കും അല്ലാഹ് നിസ്കാരം കൊടുത്തിട്ടുണ്ട്. വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്തി വഇഖാമസ്സലാത്തി വഈതാഅസ് സക്കാ. എല്ലാ നബിമാർക്കും നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിസ്കാരം നിലനിർത്തണം. നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. നിസ്കരിക്കാൻ മടിയുള്ള ചില ആൾക്കാർ പറയും, ഞങ്ങളിപ്പോൾ നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു മർത്തബയിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിസ്കരിക്കാത്തത്. അങ്ങനെ ഒരു മർത്തബല്ല. അങ്ങനെ ഒരു മർത്തബ ഉണ്ടാകണമെങ്കിൽ ലോകത്ത് അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതിൽ വേറെ മർത്തബ നമ്മുടെ ആർക്കും ഇല്ല. അക്മലായ മർത്തബ. നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല. നിസ്കരിക്കാൻ മടിയുള്ള ചില ആൾക്കാർ പറയും, ഞങ്ങളിപ്പോൾ നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു മർത്തബയിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നിസ്കരിക്കാത്തത്. അങ്ങനെ ഒരു മർത്തബല്ല. അങ്ങനെ ഒരു മർത്തബ ഉണ്ടാകണമെങ്കിൽ ലോകത്ത് അത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതിൽ വേറെ മർത്തബ നമ്മുടെ ആർക്കും ഇല്ല. അക്മലായ മർത്തബ.